വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദീപിക സുബ്രഹ്മണ്യൻ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്കും ചെയ്യുക കേട്ടോ. അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതൊരു ഓണം മേക്ക് ഓവർ ലുക്കാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സാരി ഉപയോഗിച്ച് 4 ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ലുക്കാണ് കേട്ടോ ഇത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാം അണ്ടർ 100-ന് താഴെയുള്ള പ്രൊഡക്റ്റ്സ് ആണ്. ആകെ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് എന്ന് പറയുന്ന ഒരൊറ്റ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതും 500 താഴെ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ അങ്ങനെ നോക്കുന്ന കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഇത് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഏതൊരു മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ പ്രിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഫേസ് വാഷ് ചെയ്ത് നന്നായി ഡ്രൈ ചെയ്ത ശേഷം ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഈവനിങ് മോർണിംഗ് ടൈമിലാണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നെങ്കിൽ സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസർ വന്നിട്ട് പോൺസിൻ്റെ ആണ്, വെറും 10 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഐബ്രോ പെൻസിൽ മാൾസിൻ്റെ ആണ്. ഐഷാഡോ ഞാനിവിടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 100 രൂപയുടെ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കാണുന്ന സ്കിൻ ടിൻറ്റ് എന്ന് പറയുന്നത് BB ക്രീമാണ്. ടിൻറ്റല്ല BB ക്രീം വന്നിട്ട് പോൺസിൻ്റെ ആണ്. 99 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് ഇത്. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങളൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കട്ടെ. ഇത് വളരെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഐ മേക്കപ്പ് ചെയ്തു. ജസ്റ്റ് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. രണ്ടാമത് ഞാൻ എൻ്റെ ഐബ്രോ പെൻസിൽ, നമ്മുടെ ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ കണ്ണിൻ്റെ മേലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു സ്മോക്കി ഐസ് ലുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മളത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്മോക്കി ഐസ് ലുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഐലൈനർ, നിങ്ങളുടെ കയ്യിൽ ഏത് ഐലൈനറാണോ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 45 റുപ്പീസിൻ്റെ ഡാസ്ലിൻ്റെ ഐലൈനറാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. ഈ മസ്കാരയ്ക്ക് 280 റുപ്പീസ് ആയിരുന്നു. ഞാൻ ആമസോണിൽ നിന്നായിട്ട് മേടിച്ചിട്ട് അടിപൊളിയാണ്. നമ്മുടെ മെബിലൈൻ്റെ തന്നെ നമുക്കൊരു യെല്ലോ ഷെയ്ഡ് നമുക്കൊരു മസ്കാര വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ടോപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മസ്കാരയാണ് കേട്ടോ ഇത്. ഇതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഫേസിൽ ഒരു ട്രാൻസ്ലൂഷൻ പൗഡർ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ആ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ആ BB ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലിപ് ലൈനർ എടുക്കുക. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. 69 റുപ്പീസ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. എന്നിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടെടുക്കാം നിങ്ങൾക്ക്. ഇതിൻ്റെ മേലെ ഡാസ്ലറിൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി ബ്ലഷ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കണ്ണെഴുതാം. ഞാനൊരു പൊട്ടും തൊട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആദ്യത്തെ നമ്മുടെ മേക്ക് ഓവർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓണം ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഹെയർ ആദ്യം ഞാൻ വിചാരിച്ച് ഓപ്പൺ ചെയ്തിടാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, നമുക്ക് ഹെയർ കെട്ടാന്ന് കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ കാണാൻ. ഇപ്പോൾ ബിഫോർ ആഫ്റ്റർ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ആ ഒരു ഡിഫറൻസ്. നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് മതി. ഈ കാണുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് വാരി വലിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് പ്രൊഡക്ട്സിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് മേക്കപ്പ് ചെയ്യാമെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു സെറം തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2 സൈഡിലും ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പിരിച്ച് കെട്ടാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് മെടഞ്ഞ് കെട്ടാമെന്ന് കേട്ടോ. 2 സൈഡിലും മെടഞ്ഞിട്ടൊരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പോലെ ഒരുപാട് നെറ്റി മേലോട്ടാണെങ്കിൽ നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ട. എപ്പോഴും ഓപ്പൺ ഹെയർ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫേസിലോട്ട് ഹെയർ വരുന്ന രീതിയിൽ ഒരു ഹെയർ സ്റ്റൈൽ വേണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. Keep it low key, keep it softly spoken, with no strings to